ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കാതെ നിങ്ങൾ എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ വാങ്ങിയാലും അതിന് യാതൊരു റിസൾട്ട് ഉണ്ടാവില്ല. സ്കിന്നിന് പറ്റുന്ന ബെസ്റ്റ് ഫൗണ്ടേഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിനു മുന്നൊരു കാര്യം, എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അങ്ങനെയാണെങ്കിൽ മറക്കാണ്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഈ വീഡിയോ പിന്നീട് ഉപകാരപ്പെടുന്നതാണ്, അതുകൊണ്ട് സേവ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓയിലി സ്കിന്നാണ് നിങ്ങളുടേതെങ്കിൽ അതിനായിട്ട് പൗഡർ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഡ്രൈ സ്കിന്നാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അതിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ക്രീം ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൽ ഹൈലറോണിക് അല്ലെങ്കിൽ ഗ്ലിസറിൻ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇനി കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് സെമി മാറ്റ് ഫൗണ്ടേഷൻ ആണ്. ഇനി ഇതൊരു സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നോൺ ഫ്രാഗ്രൻസ് അല്ല എന്നുണ്ടെങ്കിൽ നോൺ കൊമിഡോജനിക് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതൊരു ആക്നെ പ്രോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് വെയ്റ്റ് അല്ലെങ്കിൽ നോൺ കൊമിഡോജനിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഒന്നാണ്, നിങ്ങൾ ഷോപ്പിലെ സ്റ്റുഡിയോ ലൈറ്റിൽ ഇരുന്നിട്ട് ഫൗണ്ടേഷൻ മാക്സിമം തിരഞ്ഞെടുക്കാതിരിക്കുക. നാച്ചുറൽ ലൈറ്റ് ആയിരിക്കും സ്കിൻ ടോണിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഫൗണ്ടേഷൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുക. ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, നിങ്ങൾ ഇവിടെ വെച്ചിട്ട് നിങ്ങളുടെ ഫൗണ്ടേഷൻ ഒരിക്കലും ടെസ്റ്റ് ചെയ്യരുത്. അതിന് പകരം ജോ ലൈനിൽ വേണം നിങ്ങളുടെ ഫൗണ്ടേഷന്റെ ഷെയ്ഡ് അറിയാനായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടത്. അഫോർഡബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്യും. വീഡിയോ പോകാതിരിക്കാനായിട്ട് സേവ് ചെയ്ത് വെച്ചോളാം. പുതിയ ടിപ്സും ട്രിക്സും ആയിട്ട് ഞാൻ പിന്നെയും വരും. ഓക്കെ, ബൈ.